ഈജിപ്തിലെ പിരമിഡുകളെ കാണാം നമുക്ക്. ആദ്യത്തെ വലിയ പിരമിഡ്സ് 3 അത് 3 രാജാക്കന്മാരുടേതാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ആദ്യത്തേത് കിയോപ്പിസ് രാജാവിൻ്റെയും, രണ്ടാമത്തെ പിരമിഡ് കെഫ്രിൻ രാജാവിൻ്റെയും, മൂന്നാമത്തെ പിരമിഡ് മെക്കറിയോസ് രാജാവിൻ്റെയും ആണ്. അതിലെ വലത്ത് സൈഡിൽ കാണുന്ന 3 പിരമിഡുകൾ അവരുടെ ഭാര്യമാരുടേതാണെന്നാണ് പറയപ്പെടുന്നത്. അത് ഏറ്റവും ചെറുതും ബാക്കിയുള്ള 3 വലുതുമാണ്. അത് നമുക്ക് ദൂരെ നിന്ന് കണ്ടാൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവരുടെ ദൈവം ഈ 3 പിരമിഡുകളെയും കാത്തു സൂക്ഷിക്കുന്നത് അവരെ ഒരു സ്ഫിങ്സ് എന്ന് പറയുന്ന ഒരു ദൈവമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഉടല് തല മനുഷ്യന്റെയും ഉടല് സിംഹത്തിന്റെയും ആയിട്ടുള്ള രൂപത്തിലാണ് ആ സ്ഫിങ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വളരെ ചന്തമുള്ള ഒരു ഇതാണ്. പണ്ടത്തെ ഒരു രാജാക്കന്മാർ വന്നപ്പോൾ അതിൻ്റെ മുഖഭാഗത്ത് അവർക്ക് കണ്ടതിൽ ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ട് ഒരു സൈഡ് മൂക്കിന്റെ ഒരു ഭാഗം അവർ അന്ന് തട്ടിക്കളഞ്ഞതാണ്. ഇന്നും അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. പിന്നെ കൂടാതെ ഈ പിരമിഡുകൾ ചെയ്തത് വലിയ പാറ കഷ്ണങ്ങൾ കൊണ്ടാണ്. അത് അവിടെ നിന്ന് വെട്ടിയെടുത്ത പാറകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അന്നുള്ള മനുഷ്യര് വളരെ ബലമുള്ളവരും ശക്തിമാന്മാരും ആയിരുന്നു എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. എന്ന് വെച്ചാൽ 1 ടൺ മുതൽ 3 ടൺ വരെ ഉണ്ട് ആ ഒരു പാറയുടെ വെയിറ്റ്. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കില്ല. അടുത്ത് പോയി നമ്മൾ നോക്കുമ്പോൾ കട്ട അടുക്കി വെച്ചേക്കുന്നത് പോലെയുള്ള ഒരു ഭംഗിയാണ് ആ പിരമിഡുകൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ഭംഗിയുള്ള രീതിയിൽ അത് ചെയ്തിരിക്കുന്നു. കാലക്രമേണ അതിൻ്റെ സിമെന്റ് ചെയ്ത ഭാഗങ്ങളെല്ലാം കുറെ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ അത് കാണുവാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കുവാനും വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ നമ്മൾക്ക് അറിയുവാനുള്ളത് ഇത് നമ്മൾ ലോകത്തിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇത് എല്ലാവരും കണ്ട് ആസ്വദിക്കുക. ഇവിടെ ഇപ്പം നല്ല കാലാവസ്ഥയാണ്, നല്ല ചൂടാണ്. നമ്മുടെ തമിഴ്നാട് പോലുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ. ഇവിടെ ജനങ്ങളെല്ലാം വന്നു കൂടിയിട്ടുണ്ട്. പല ദേശത്തുള്ളവരും പല രാജ്യത്തുള്ളവരും പല ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടക്കുന്നത് ഒട്ടക സവാരിയാണ്. അതിൻ്റെ മുകളിലാണ് ജനങ്ങളെല്ലാം കയറി നടക്കുന്നത്. നല്ല ഒരു കാഴ്ചയാണിത്. കുറച്ചപ്പുറം നമ്മൾ പോയാൽ കുതിര സവാരിയുണ്ട്, അതിനും ആളുകൾ പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരും വിദേശികളായിട്ടുള്ളവരും എല്ലാം ഇതിനകത്ത് സഹകരിക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയാണിത് കാണാൻ. നമ്മുടെ യാത്രയ്ക്കും നമ്മൾ പോകുന്ന വഴിയിലും എല്ലാം നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവമായിട്ടാണ് ഇത് കാണുന്നത്. എല്ലാവരും കാണുക.